പുഴേൻ്റെ ഭാഗത്തേക്ക് വരുന്ന ഒരു സർവീസ് റോഡാണ്. ഇവിടെ കാണാൻ ഇങ്ങനെ ഒരു രീതിയിലാണ് കല്ല് ഒരു നെറ്റിൻ്റെ ഉള്ളിൽ ലോക്ക് ചെയ്ത പോലെ ഇത്രയും നല്ല വൃത്തിയായിട്ട് ഇവിടെയൊക്കെ വർക്ക് ചെയ്തിട്ട് എന്താണ് ഇവിടെ മാത്രം ഇങ്ങനെ ചെയ്തു എന്നറിയില്ല. കാണാൻ നമുക്ക് ഇങ്ങനെ ഒരു കല്ലുകൾ ലോക്ക് ചെയ്ത പോലെ ആ ഭാഗത്തൊക്കെ കട്ട വെച്ചാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. ഇവിടെയാണ് ഇങ്ങനെ ഇവിടെ കാണാം ഇങ്ങനെ പൈലിങ് ചെയ്യുന്ന ഭാഗത്തുള്ള വെള്ളമൊക്കെ വലിച്ചെടുക്കാനുള്ള ഒരു മോട്ടറാണ് തോന്നുന്നത്. ഇതാണ് ഇതിൻ്റെ മെഷീന്. പാലത്തിൻ്റെ അടിഭാഗത്തേക്ക് വരുമ്പോൾ ഇപ്പുറത്തേക്ക് വരുമ്പോൾ നല്ലൊരു കാഴ്ച തന്നെയാണ്. അങ്ങോട്ട് പിടിച്ചാൽ കുറച്ചും കൂടെ മുന്നോട്ട് വന്നാൽ ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് NH66 വർക്കുകൾ നോക്കാൻ ഹൈലൈറ്റ് മാളിൻ്റെ അവിടുന്ന് അറപ്പുഴ പാലത്തിൻ്റെ അങ്ങോട്ടാണ് പോകുന്നത്. ഈ ഭാഗത്തൊക്കെ നല്ല രീതിയിൽ NH66 വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി കോഴിക്കോട് ബൈപ്പാസിൽ വളരെ കുറഞ്ഞ ഭാഗങ്ങളിലാണ് വർക്കുകൾ കംപ്ലീറ്റ് ആവാനുള്ളത്. അതിൽ തന്നെ ജോയിൻറ്റിങ് വർക്കുകളാണ് കൂടുതലായിട്ടും നടക്കാനുള്ളത്. ക്രഷ് ബാരിയർ ജോയിൻറ്റിങ് ആണ് കൂടുതൽ ഭാഗങ്ങളിലും നടക്കാനുള്ളത്. ആ ഭാഗങ്ങളിലൊക്കെ ഇപ്പോൾ നമ്മൾ കാണുന്ന പോലെ ഇങ്ങനെ ലൈൻ മാർക്കിംഗ് ഒന്നും ചെയ്തിട്ടില്ല. ലൈൻ മാർക്കിങ്ങുകൾ കുറേ ഭാഗത്ത് അങ്ങനെ വരാനുണ്ട്. അപ്പോൾ ഈ ഭാഗത്തൊക്കെ ലൈൻ മാർക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് കുറേ റെഡ് ഒരു തൂണുകൾ കാണാം, നിങ്ങൾക്ക് സിഗ്നൽ കൊടുത്തിട്ടുള്ളത് കാണാം. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇവിടെ ഫിനിഷിംഗ് വർക്കുകൾ ചെയ്യുമ്പോൾ അത്രയൊരു ഫിനിഷിംഗ് ആയി തോന്നുന്നില്ല. ഇവിടുന്ന് അങ്ങോട്ട് കാണാം വാഹനങ്ങൾ ഇടത്തോട്ട് തിരിച്ചു വിടുന്നുണ്ട്. ലൈൻ മാർക്കിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് മലപ്പുറം ജില്ലേന്റെ ഭാഗത്തൊക്കെ വരുന്ന ഭാഗത്തൊക്കെ വാഹനങ്ങൾ ബ്ലോക്ക് ചെയ്ത് പൊടിയൊക്കെ അടിച്ചു കളഞ്ഞതിന്റെ ശേഷമൊക്കെയാണ് ലൈൻ മാർക്കിംഗ് ഒക്കെ ചെയ്യല്. ഇവിടെ അത്ര ഒരു പെർഫെക്റ്റ് ആയിട്ടൊന്നും നോക്കാത്ത പോലെ തോന്നുന്നുണ്ട്. എന്താണെന്നറിയില്ല, നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. കുറച്ച് മുന്നോട്ട് വരുന്ന ഈ ഭാഗത്ത് ഒരു ഫുട് ഓവർ ബ്രിഡ്ജ് ഒക്കെ വരുന്നുണ്ട്. കാണാം നമുക്ക് അതിന്റെ സൈഡിലേക്ക് അതിന്റെ ഗർഡറുകളൊക്കെ കൊണ്ടുവന്ന് വെച്ചത്. പിന്നെ നിങ്ങളോട് എനിക്കൊരു ഹൈവേയിൽ ഇപ്പോൾ നടക്കുന്ന ഒരു കാര്യം പറയാനുള്ളത്, എല്ലാ ഭാഗത്തും വളരെ കൂടുതൽ ആക്സിഡന്റുകൾ നടക്കുന്നുണ്ട് ഹൈവേയില്. അത് നമ്മളുടെ ഒരു പോരായ്മയാണ്. നമ്മൾ എങ്ങനെയാണ് ലൈൻ ട്രാഫിക് എന്ന് കുറെ പേർക്ക് അറിയില്ല. കറക്റ്റായിട്ട് ലൈൻ ട്രാഫിക് ഫോളോ ചെയ്യാതെ വാഹനങ്ങൾ ഓടിക്കുമ്പോഴാണ് ആക്സിഡന്റുകൾ സംഭവിക്കുന്നത്. ഇപ്പോഴും വളരെ വേഗത്തിൽ പോകുന്ന ട്രാക്കിലാണ് ബൈക്കും ചെറിയ ഓട്ടോകൾ അതുപോലെ ലോറിയൊക്കെ സഞ്ചരിക്കുന്നത്. അങ്ങനെയുള്ള വാഹനങ്ങളൊക്കെ ഇടത് ഭാഗത്തുള്ള ട്രാക്കിലൂടെ പോവുക. 100-120 വരുന്ന വലിയ കാറുകൾ, വളരെ വേഗത്തിൽ വരുന്ന കാറുകളുടെ മുന്നിലേക്കാണ് ഈ ബൈക്കും അതുപോലെയുള്ള ലോറികളൊക്കെ വന്ന് പെടുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ വണ്ടിയാണെങ്കിലും അത്ര കണ്ടീഷൻ ഇല്ലെങ്കിൽ ഹൈവേയിൽ ഇത്ര വേഗത്തിലുള്ള ട്രാക്കിലൂടെ ഒന്നും പോവാതിരിക്കുക. ടയർ പൊട്ടി പോകാനും സാധ്യത ഉണ്ട്. പിന്നെ മറ്റുള്ള കംപ്ലൈന്റുകളൊക്കെ ആവാന്. പഴയ ഹൈവേ ഒക്കെ ആണെങ്കിൽ നമുക്ക് വണ്ടി തള്ളിയിട്ടെങ്കിലും പുറത്തോട്ട് ഹൈവേന്റെ പുറത്തേക്ക് കടത്തി വിടാൻ അങ്ങനെയൊക്കെ സൈഡാക്കാൻ പറ്റും. ഇവിടെ അങ്ങനെയൊന്നും അങ്ങനെ പെട്ടെന്ന് പറ്റൂല. നമ്മൾ വേഗത്തിൽ പോകുന്ന വണ്ടി കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. നമ്മളിപ്പോൾ ഏകദേശം അറപ്പുഴ പാലത്തിന്റെ അടുത്തെത്തിയിട്ടുണ്ട്. നമുക്ക് താഴെ ഭാഗത്തൊന്ന് പോവാം. നമ്മൾ അറപ്പുഴ പാലത്തിന്റെ അടുത്തെത്തിയിട്ടുണ്ട്. ഇവിടെ കാണാം ഇതിൻ്റെ പില്ലർ ക്യാപ്പ് പൊട്ടിക്കാറുള്ള വർക്കാണ് നടക്കാനുള്ളത്. അത് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ ഈ കാണുന്ന കമ്പിയെല്ലാം കൂടെ കൂട്ടിയിട്ട് ജോയിൻറ്റ് ചെയ്ത് വലിയൊരു തൂണ് പോലെ ആക്കും. അതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഫസ്റ്റ് നമ്മൾ തുടക്കത്തിലൊക്കെ കാണിച്ചിരുന്നതാണ്. അപ്പോൾ ഇതിപ്പോൾ പുതുതായിട്ട് ഇവിടെ വീണ്ടും പാലം വരുന്നതുകൊണ്ട് നമുക്ക് ഒരു പുതിയ കാഴ്ചയായി തോന്നാം. അപ്പോൾ ഇവിടെ അതിനുള്ള കമ്പികളൊക്കെ സെറ്റ് ചെയ്തിട്ട് കാണാം. ഇങ്ങനെ താഴോട്ട് ഇറക്കാനുള്ളതാണ് മണ്ണിലൂടെ. ഇവിടെ ഒരു ബോട്ട് സവാരിയൊക്കെ കാണുന്നുണ്ട്. അവിടെ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്നുണ്ടോ അറിയില്ല. അങ്ങോട്ട് പോകുന്നുണ്ട്. ഇവിടെ തൂണിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഇതിനുള്ള ആവശ്യമായിട്ടുള്ള കമ്പികളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പാലത്തിൻ്റെ അടിഭാഗത്തേക്ക് എത്തിയിട്ടില്ല. പാലത്തിൻ്റെ അടിഭാഗത്തേക്ക് വരുമ്പോൾ ഇതാണ് ഇവിടെയുള്ള കാഴ്ച. അങ്ങോട്ട് പോകുമ്പോഴാണ് ഞാൻ പറഞ്ഞത്, അതാണ് ഒരു ബോട്ട് സർവീസൊക്കെ നടക്കുന്നുണ്ട്.
അറപ്പുഴ പാലത്തിൻ്റെ അടുത്ത് വരുന്ന മൂന്നാമത്തെ പുതിയ പാലത്തിൻ്റെ വർക്ക് ഇവിടെ കാണാം. ഇനി ഈ ഫില്ലറിൻ്റെ വർക്കും കൂടെ ആയിരിക്കും കുറച്ചുകൂടി ടാസ്കുള്ളത്. അവിടെയൊക്കെ ഫില്ലറിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ ഭാഗത്ത് പറഞ്ഞാൽ കരമ്പനാണ്, അതിൻ്റെ വർക്കുകൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വളരെ വേഗത്തിൽ തന്നെ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. ഹൈവേ തുറന്നു കൊടുത്തു കഴിഞ്ഞാലും ഈ പാലത്തിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആവുമെന്ന് തോന്നുന്നില്ല. അത്രയും വർക്കുകൾ ഇനിയും നടക്കാനുണ്ട്. ഇവിടെയൊക്കെ വർക്കേഴ്സ് ഫുഡ് കഴിക്കുന്നുണ്ട്. അതുവരെ കുറേ വർക്ക് നടക്കുന്നൊക്കെ ഉണ്ട്. ഇതിൻ്റെ താഴ്ഭാഗത്ത് ഇവിടെ വന്നപ്പോൾ നല്ലൊരു ശാന്തത, നല്ലൊരു കൂളായൊരു ഏരിയയാണ്. നല്ല വെയിലാണെങ്കിൽ ഇവിടെ നല്ല വന്നിരിക്കാനൊക്കെ നല്ല തണുത്ത കാറ്റൊക്കെ അടിക്കുന്നൊരു ഭാഗം കൂടെയാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വന്നിട്ടുണ്ട്. റോഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് പുഴേൻ്റെ ഭാഗത്തേക്ക് വരുന്ന ഒരു സർവീസ് റോഡാണ്. ഇവിടെ കാണാൻ ഇങ്ങനെ ഒരു രീതിയിലാണ് കല്ല് ഒരു നെറ്റിൻ്റെ ഉള്ളിൽ ലോക്ക് ചെയ്ത പോലെ ഇത്രയും നല്ല വൃത്തിയായിട്ട് ഇവിടെയൊക്കെ വർക്ക് ചെയ്തിട്ട് എന്താണ് ഇവിടെ മാത്രം ഇങ്ങനെ ചെയ്തു എന്നറിയില്ല. കാണാൻ നമുക്ക് ഇങ്ങനെ ഒരു കല്ലുകൾ ലോക്ക് ചെയ്ത പോലെ ആ ഭാഗത്തൊക്കെ കട്ട വെച്ചാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. ഇവിടെയാണ് ഇങ്ങനെ പുഴേൻ്റെ അടുത്തേക്ക് വരുന്ന ഭാഗത്താണ് ഇങ്ങനെ കുറച്ച് ഭാഗത്ത് ഇങ്ങനെ നമ്മുടെ വട്ടപ്പാറ ഭാഗത്തേക്ക് പോകുന്ന പാടത്തും ഇതുപോലെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. വെള്ളം ഒഴുകി പോകുന്ന സ്ഥലത്തൊക്കെയാണ് ഇങ്ങനെ സാധാരണ ചെയ്യാറുള്ളത്, ഈ കല്ലിൻ്റെ ഉള്ളിലൂടെ വെള്ളം ഒഴുകി പോകാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇവിടെ എന്തുകൊണ്ട് ചെയ്തു എന്നറിയില്ല. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു വർക്കുകൾ കാണുന്നുണ്ട്. ഇതാണ് പുഴേൻ്റെ ഭാഗത്തേക്ക് പോകുമ്പോൾ. അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ഇങ്ങനെ പല ഭാഗത്തും ഹൈവേൻ്റെ വർക്കുകൾ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് ഹൈവേൻ്റെ വർക്കുകൾ നല്ല ഉഷാറായിട്ട് എല്ലാ ഭാഗത്തും നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെയുള്ളൊക്കെ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തിക്കണം എന്നാണ് എനിക്ക് ആഗ്രഹം. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് തരിക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളെ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ദൂര സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് വീഡിയോ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ വളർച്ച നിങ്ങളിലേക്ക് എത്തിക്കാൻ ഒരു അവസരം കൂടാണ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് കൂടിയേ തീരൂ. ഇതാണ് പുഴേൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ കാണാം നമുക്ക് പുതിയ പാലത്തിൻ്റെ വർക്കുകൾ കഴിഞ്ഞ പുതിയ പാലം. ഇനി ഇതിൻ്റെ താഴ്ഭാഗത്തൊക്കെ പെയിൻറ്റിംഗ് ഒക്കെ ചെയ്യാനുണ്ട്. എല്ലാ ഭാഗത്തും ഇങ്ങനെ പാലത്തിന് പെയിൻറ്റിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്. ആ പഴയ പാലത്തിനും പെയിൻറ്റിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പഴയ പാലത്തിൻ്റെ പെയിൻറ്റിംഗ് ഒക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അറപ്പുഴ പാലം. ഇതിൻ്റെ സൈഡിൽ നടക്കാനുള്ള ഒരു ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. ഫുട്പാത്തിൻ്റെ ഭാഗം, അതിനുള്ള കൈവരികൾക്ക് വെക്കാനുള്ള കമ്പിയാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അത് ഇനി വെക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അപ്പുറത്തേക്ക് പോയി നോക്കാം. പുഴേൻ്റെ അപ്പുറത്തെ പാലത്തിൻ്റെ അപ്പുറത്തെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള ഇങ്ങനെ പുഴ നിറഞ്ഞു നിൽക്കുന്നത് കാണാം. നല്ലൊരു വെള്ളം, നല്ല പച്ച കളറ് വെള്ളം. അപ്പോൾ നമുക്ക് ഓപ്പോസിറ്റ് സൈഡിലോട്ട് പോയി നോക്കാം. ബാക്കി അപ്പുറത്ത് എന്തൊക്കെയാണ് നടക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ പുഴേൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ ഈ ഭാഗത്താണ്, കരൻ്റെ ഭാഗത്താണ് ഇപ്പോൾ ഇനി പൈലിങ് നടക്കുന്നത്. പൈലിങ് 3 സ്ഥലത്ത് 4 സ്ഥലത്തൊക്കെ ഒരുമിച്ച് നടക്കുന്നുണ്ട്. ഇവിടെയാണ് മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് അടുത്ത് തന്നെ ചെയ്യുന്നത് കാണാം. നമുക്ക് അടുത്ത് തന്നെ ഇവിടെ കാണാം. ഇങ്ങനെ പൈലിങ് ചെയ്യുന്ന ഭാഗത്തുള്ള വെള്ളമൊക്കെ വലിച്ചെടുക്കാനുള്ള ഒരു മോട്ടറാണ് തോന്നുന്നത്. ഇതാണ് ഇതിൻ്റെ മെഷീന് ചെയ്യുന്നത് കാണാം വർക്കുകൾ. ഇതിന് ഉപയോഗിക്കുന്ന പൈലിങ്ങിന് ഉപയോഗിക്കുന്ന ഒരു പൈപ്പാണ്. നമ്മുടെ കുഴൽ കിണർ അടിക്കുന്ന പോലെ തന്നെയാണ്. അങ്ങനെയാണ് ഇതിൻ്റെ സിസ്റ്റം. ഇതാണ് പാലത്തിൻ്റെ അടിഭാഗത്തേക്ക് വരുമ്പോൾ, ഇപ്പുറത്തേക്ക് വരുമ്പോൾ നല്ലൊരു കാഴ്ച തന്നെയാണ്. അങ്ങോട്ട് പിടിച്ചാൽ കുറച്ചുകൂടെ മുന്നോട്ട് വന്നാൽ ഇതാണ് ഈ സൈഡിക്ക് ഓപ്പോസിറ്റ്, ഈ സൈഡിക്ക് പാലത്തിൻ്റെ പുതിയ പാലത്തിൻ്റെ സൈഡിക്ക് വരുമ്പോൾ കാണുന്നത്. ഈ പാലത്തിന് മുകളിൽ കുറച്ച് ഭാഗത്തൊക്കെ ടാറിങ് ചെയ്തതായി കണ്ടു. അപ്പോൾ നമുക്ക് മുകളിലൊക്കെ ഒന്ന് പോയി നോക്കാം. അവിടെയാണ് കൂടുതലായിട്ട് കാണാനുള്ളത്. ഇവിടെയാണ് ഈ പാലം, ഈ മണ്ണിട്ട ഭാഗം കൂടെ ജോയിൻറ്റ് ചെയ്യുന്നൊരു ഭാഗം. ഇതൊരു സെപ്പറേറ്റ് ആയിട്ട് ഇവർ വേറെ തന്നെ കോൺക്രീറ്റ് ചെയ്യാറുണ്ട്. അതാണ് ഇപ്പോൾ അവിടെ കണ്ടത്.
ഇത് പുഴയ്ക്ക് പോകുന്ന റോഡ്. ഡ്രെയിനേജിൻ്റെ ഭാഗമായിട്ട് ഇനിയും ഈ ഭാഗത്തു നിന്നൊക്കെ മണ്ണ് എടുത്ത് മാറ്റാനുണ്ട്. കാണാം ഇവിടെ കൊണ്ടുവന്ന് വെച്ചത്. ഇനി ഇങ്ങനെ അങ്ങോട്ട് മണ്ണെടുക്കാനുണ്ട്. ഈ ചുമരൊക്കെ കട്ട്. ഇവിടെ ഒരു റെസ്റ്റോറൻ്റൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഇതോടെ പൂട്ടിപ്പോയി. ഇനി ഇവിടെ ഇങ്ങനെ ഒരു ബിൽഡിങ് കാണാം, 3 നിലയിലുള്ള ബിൽഡിങ്. റോഡൊക്കെ വന്ന് ക്ലിയർ ആയാൽ മാത്രമായിട്ടും തുറക്കാൻ പറ്റുമോ, പെർമിറ്റ് കിട്ടുമെന്നൊക്കെ വർക്ക് കഴിഞ്ഞാൽ അറിയാം. ഈ ഭാഗത്ത് ഇനി ക്രാഷ് ബാരിയറിൻ്റെ വർക്കുകൾ, ഇങ്ങനെയുള്ള വർക്കുകൾ ഇഷ്ടം പോലെ ഈ ഭാഗത്തൊക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ റോട്ടിലേക്ക് വന്നിട്ടുണ്ട്. റോട്ടിലേക്ക് വരുമ്പോൾ കാണാം ഇവിടെ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട്. പാലത്തിൻ്റെ മുകളിലേക്ക് വരെ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി പാലത്തിൻ്റെ മുകളിലൊക്കെ അധികം ജോയിൻറ്റിങ്ങിൻ്റെ വർക്കുകളാണ് നടക്കാനുള്ളത്. നല്ല വെയിലാട്ടോ. കുറച്ച് പേര് ചോദിക്കാറുണ്ട് എന്താണ് ഇത്ര ക്ലിയർ എന്ന്. ക്ലിയറിൻ്റെ രഹസ്യം ഇതാണ്, നല്ലോണം നമ്മൾ വെയിൽ കൊള്ളണം. നല്ല നട്ടുച്ചയ്ക്ക് വന്നിട്ട് വീഡിയോ എടുക്കുമ്പോൾ നല്ല ക്ലിയർ ആയിരിക്കും. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റും. ഇതാണ് പാലം. ഇവിടെ നിന്ന് അങ്ങോട്ടാണ് തുടങ്ങുന്നത്. പാലത്തിൻ്റെ തുടക്ക ഭാഗത്ത് ജോയിൻറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് ഉള്ള വർക്ക് വരാൻ വേണ്ടിയിട്ട് ഇവിടെ തന്നെ പൊളിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. ഇതാണ് ഇവിടെ ഒക്കെ കോൺക്രീറ്റ് ആണ് കാണുന്നത്. അവിടെ നിന്ന് അങ്ങോട്ടാണ് ടാറിങ് തുടങ്ങിയിട്ടുള്ളത്. സൈഡിൽ ക്രാഷ് ബാരിയറിന് ഫസ്റ്റ് കോട്ട് പെയിൻ്റൊക്കെ ചെയ്ത് കാണുന്നുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ഭാഗത്തേക്ക് ടാറിങ് കഴിഞ്ഞിട്ടുണ്ട്. ഫസ്റ്റും സെക്കൻഡും കഴിഞ്ഞിട്ടുണ്ട്. 2 ലെയറായിട്ട് തന്നെ നിങ്ങൾക്ക് വേറെ തന്നെ കാണാൻ പറ്റും. ഇവിടെ പഴയ പാലത്തിലൂടെ വാഹനങ്ങൾ പോകുന്നത് കാണാം. അവിടെയും ജോയിൻറ്റിങ് നടക്കുന്നുണ്ട്. അങ്ങോട്ട് ഇനി പോകുന്നില്ല. അവിടെ ജോയിൻറ്റിങ് നടക്കുന്ന ഭാഗത്തൊക്കെ ഈ മണ്ണുകളൊക്കെ പുറത്തിട്ട് കാണാം. ഇവിടെയൊക്കെ ഇനി വെള്ളം ഒഴുകി പോകാനുള്ള ഹോളുകൾ ഇടാനുണ്ട് തോന്നുന്നത്. അതൊന്നും കാണുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ അറപ്പുഴ പാലത്തിൻ്റെ അടുത്തു നിന്നുള്ള പുതിയൊരു കാഴ്ച. വളരെ ചെറിയൊരു വീഡിയോ ആണിത്. ഇനി ഞാൻ കൂടുതൽ ഇവിടുന്ന് വീഡിയോ എടുക്കുന്നില്ല. ഫുഡൊന്നും കഴിച്ചിട്ടില്ല, അപ്പോൾ പോവണേ. അപ്പോൾ ബാക്കിയുള്ള കാഴ്ചകൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. കോഴിക്കോട് ബൈപ്പാസിൽ തന്നെ ഇനിയും ഒരുപാട് സ്ഥലങ്ങളിൽ പുതിയ വർക്കുകൾ വരാനുണ്ട്. കുറേ അധിക ഭാഗത്തും നമുക്ക് ഇങ്ങനെയുള്ള ക്രാഷ് ബാരിയറിൻ്റെ ഭാഗത്ത് ജോയിൻറ്റിങ്ങാണ് ബാക്കിയുള്ളത്. അങ്ങനെയുള്ള വർക്കുകളൊക്കെ ഇനിയും വരാനുണ്ട്. അത് നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.